ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമായ രോഹിണിയെ സംബന്ധിച്ചിടത്തോളം 2026 എന്നത് വലിയ മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും വർഷമായിട്ടാണ് ജ്യോതിഷപരമായി കണക്കാക്കപ്പെടുന്നത്. പ്രധാന ഗ്രഹങ്ങളായ ശനി, വ്യാഴം എന്നിവയുടെ അനുകൂലമായ മാറ്റങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ സമ്മാനിക്കും. പ്രധാനമായും കണ്ടകശനി, ഏഴര ശനി ദോഷങ്ങളൊന്നുമില്ലാത്ത സമയമായതിനാലും 2026 ശനി 11ാം ഭാവത്തിലേക്ക് മാറുന്നതിനാലും ഈ വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു സുവർണ കാലഘട്ടമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. പുതുവർഷം രോഹിണി നക്ഷത്രക്കാരുടെ ഔദ്യോഗിക ജീവിതത്തിൽ വൻ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാക്കുന്ന വർഷമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ജോലിയിൽ അനുഭവിച്ചിരുന്ന മന്ദതയും അംഗീകാരമില്ലായ്മയും മാറി നിൽക്കും. 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്കുള്ള ശനിയുടെ മാറ്റം കർമ്മരംഗത്ത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. വർഷങ്ങളായി കാത്തിരുന്ന പ്രൊമോഷൻ 2026 നിങ്ങളെ തേടിയെത്തും. സാമ്പത്തികമായി മെച്ചപ്പെട്ട പാക്കേജുകളിലേക്ക് മാറാൻ സാധിക്കും. നിലവിലെ കമ്പനിയിൽ നിന്ന് തന്നെ മികച്ച ഇൻക്രിമെന്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം ലഭിക്കാൻ അനുകൂലമായ സമയമാണിത്. കുടുംബത്തോടൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2026 മധ്യത്തോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. പ്രത്യേകിച്ച് IT, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് മേഖലകളിലുള്ളവർക്ക് വിദേശയാത്ര സഫലമാകും. നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാൻ പറ്റിയ വർഷമാണിത്. പുതിയ ശാഖകൾ തുടങ്ങാനോ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാനോ 2026 ധൈര്യമായി തിരഞ്ഞെടുക്കാം. പുതിയ പാർട്ണർമാർ വന്നു ചേരുകയും അതുവഴി മൂലധന സമാഹരണം എളുപ്പമാവുകയും ചെയ്യും. എന്നാൽ സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ലൈസൻസുകൾ, ലോണുകൾ, സബ്സിഡികൾ തുടങ്ങിയ തടസ്സങ്ങൾ നീങ്ങി നിൽക്കും. രോഹിണി നക്ഷത്രം കലകളുടെ കാരകനായ ശുക്രന്റെ രാശി ആയതുകൊണ്ട് കലാകാരന്മാർക്ക് 2026 ശോഭനമാണ്. സിനിമ, സീരിയൽ, സംഗീതം, എഴുത്ത് തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് പ്രശസ്തി വർദ്ധിക്കും. അവാർഡുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയക്കാർക്ക് ജനപിന്തുണ വർദ്ധിക്കുകയും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. എതിരാളികളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കും. സാമ്പത്തികമായി രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായിരിക്കും 2026. 11ാം ഭാവത്തിലെ ശനി സർവ്വ അഭീഷ്ട സിദ്ധി നൽകുന്നതിനാൽ പണം പല വഴികളിലൂടെ വന്നു ചേരും. തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ നിക്ഷേപങ്ങളിൽ നിന്നും പൂർവിക സ്വത്തുക്കളിൽ നിന്നും വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. സൈഡ് ബിസിനസ്സുകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരുന്ന വലിയ കടബാധ്യതകൾ 2026 തീർക്കാൻ സാധിക്കും. ഇത് വലിയൊരു മാനസികാശ്വാസം നൽകും. സ്വന്തമായി വീട് അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 അനുകൂലമാണ്. പഴയ വാഹനം മാറി പുതിയത് വാങ്ങാനുള്ള യോഗവും കാണുന്നുണ്ട്. ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും നടത്തുന്ന നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ലാഭം നൽകും. എന്നാൽ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷ്മത പാലിക്കണം. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ സാധിക്കും. സമ്പാദ്യശീലം വർദ്ധിക്കും. വരുമാനം കൂടുമ്പോൾ ചെലവുകളും കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആഡംബര ഭ്രമം ഒഴിവാക്കിയാൽ 2026 അവസാനിക്കുമ്പോൾ വലിയൊരു ബാങ്ക് ബാലൻസ് സ്വന്തമാക്കാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വർഷമായിരിക്കും 2026. വ്യാഴത്തിന്റെ അനുകൂലമായ ദൃഷ്ടി കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കും. വിവാഹപ്രായമെത്തിയ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നുചേരും. പ്രണയവിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹം നീണ്ടുപോയവർക്ക് തടസ്സങ്ങൾ മാറി മംഗല്യഭാഗ്യം സിദ്ധിക്കും. ദമ്പതികൾക്കിടയിലുള്ള ചെറിയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറി സ്നേഹം വർദ്ധിക്കും. ജീവിത പങ്കാളിയുടെ ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക ഭദ്രതയ്ക്ക് കാരണമാകും. പങ്കാളിയുമായി ചേർന്ന് വിദേശയാത്രകളോ തീർത്ഥാടനങ്ങളോ നടത്താൻ അവസരം ലഭിക്കും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് 2026 സന്താനഭാഗ്യം ഉണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസം, കലാരംഗത്തെ നേട്ടങ്ങൾ എന്നിവ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ അവസരം നൽകും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. അമ്മയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. സഹോദരങ്ങളുമായുള്ള തർക്കങ്ങൾ, പ്രത്യേകിച്ച് സ്വത്ത് സംബന്ധമായവ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായി 2026 ഭേദപ്പെട്ട വർഷമായിരിക്കും. എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമിത ഭക്ഷണം, വ്യായാമമില്ലായ്മ എന്നിവ മൂലം പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണ നിയന്ത്രണം അത്യാവശ്യമാണ്. തൊഴിൽപരമായ തിരക്കുകൾ കാരണം ഇടയ്ക്കിടെ മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. എന്നാൽ യോഗ, ധ്യാനം എന്നിവയിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കും. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. വലിയ രോഗങ്ങൾക്കോ ആശുപത്രി വാസത്തിനോ ഉള്ള സാധ്യത വളരെ കുറവാണെന്നത് ആശ്വാസകരമാണ്. വിദ്യാർത്ഥികൾക്ക് 2026 വിജയത്തിന്റെ വർഷമാണ്. സർക്കാർ ജോലിക്ക് വേണ്ടിയോ ഉന്നത പഠനത്തിനു വേണ്ടിയോ എഴുതുന്ന മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് സ്കോളർഷിപ്പോടെ തന്നെ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പ്രബന്ധം സമർപ്പിക്കാനും ഡോക്ടറേറ്റ് നേടാനും സാധിക്കും.
ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയ്ക്കും 2026 പ്രാധാന്യം നൽകുന്നു. മനസ്സിന്റെ ശാന്തിക്കായി ക്ഷേത്ര ദർശനങ്ങൾ പതിവാക്കുന്നത് ഗുണം ചെയ്യും. കുടുംബസമേതം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ യോഗമുണ്ട്. വീട്ടിൽ പൂജാമുറി നവീകരിക്കുകയോ നിത്യവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് പോസിറ്റീവ് എനർജി നൽകും. 2026 പൊതുവെ അനുകൂലമാണെങ്കിലും ശനിയുടെയും രാഹുവിന്റെയും ചെറിയ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. രോഹിണി നക്ഷത്രത്തിന്റെ ദേവത കൃഷ്ണ ഭഗവാൻ ആയതിനാൽ എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. സാമ്പത്തിക ഉയർച്ച നിലനിൽക്കാൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക. ജന്മനാൾ തോറുമോ മാസത്തിലൊരിക്കലോ അന്നദാനം നടത്തുന്നത് ശനിപ്രീതിക്ക് നല്ലതാണ്. രോഹിണി നക്ഷത്രക്കാർ പശുവിനെ പരിപാലിക്കുന്നത് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ജനുവരി മാസം അല്പം ചെലവുകൾ കൂടിയതായിരിക്കും. ജോലിയിൽ ചെറിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം, എന്നാൽ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ഫെബ്രുവരിയിൽ ധനവരവ് വർദ്ധിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. ബിസിനസ്സിൽ പുതിയ കരാറുകൾ ഒപ്പിടും. മാർച്ചിൽ തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയം. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ഏപ്രിൽ മാസം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ കേൾക്കും. മെയ്യിൽ വിദേശയാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിസ ലഭിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. ജൂൺ മാസം സാമ്പത്തികമായി ഏറ്റവും മികച്ച മാസമാണ്. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാകും. ജൂലൈയിൽ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റും. ഓഗസ്റ്റിൽ ദൂരയാത്രകൾ ഗുണകരമാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പിതാവിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. സെപ്റ്റംബറിൽ വീട് പണി ആരംഭിക്കാനോ പുതിയ ഫ്ളാറ്റ് ബുക്ക് ചെയ്യാനോ അനുകൂലമായ സമയമാണ്. ദാമ്പത്യത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ വരാം. വിട്ടുവീഴ്ച ചെയ്യുക. ഒക്ടോബറിൽ ബിസിനസ്സിൽ വൻ ലാഭം പ്രതീക്ഷിക്കാം. കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. ആരോഗ്യം വളരെ മികച്ചതായിരിക്കും. നവംബറിൽ അപ്രതീക്ഷിത ധനലാഭം, സുഹൃത്തുക്കളുടെ സഹായം എന്നിവ ലഭിക്കും. വർഷാവസാനം ഡിസംബർ മാസം വളരെ സന്തോഷകരമായിരിക്കും. കുടുംബസമേതം വിനോദയാത്രകൾ നടത്തും. വരും വർഷത്തേക്കുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. മേടം നവാംശത്തിൽ വരുന്ന രോഹിണി ആദ്യ പാദക്കാർക്ക് ബിസിനസ്സിലും തൊഴിലിടത്തിലും വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വർഷമാണ് 2026. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന രോഹിണി രണ്ടാം പാദക്കാർക്ക് സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. വീട്, വാഹനം എന്നിവ സ്വന്തമാക്കും. മിഥുനം നവാംശത്തിൽ ഉൾപ്പെടുന്ന മൂന്നാം പാദക്കാർ വിദ്യ, കല, ആശയവിനിമയം എന്നീ മേഖലകളിൽ ശോഭിക്കും. ഇവർക്ക് വിദേശയോഗം കൂടുതലാണ്. കർക്കടകം നവാംശത്തിൽ ഉൾപ്പെടുന്ന നാലാം പാദക്കാർ കുടുംബജീവിതത്തിൽ അതീവ സന്തോഷം അനുഭവിക്കും. വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ 2026 രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ സുവർണ ഏടുകൾ എഴുതി ചേർക്കുന്ന വർഷമായിരിക്കും. കരിയറിലെ ഉയർച്ചയും സാമ്പത്തിക സുരക്ഷിതത്വവും ഒരേ സമയം ലഭിക്കുന്ന അപൂർവ സമയമാണിത്. തൊഴിലിനും പണത്തിനും പുറമെ മനസ്സമാധാനം ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നായിരിക്കും. തെറ്റിദ്ധാരണകൾ മൂലം അകന്നുപോയ ബന്ധങ്ങൾ 2026 കൂടിച്ചേരും. ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായാൽ ദാമ്പത്യത്തിലും കുടുംബത്തിലും സ്വർഗതുല്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇടവം രാശിക്കായ രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ സുഖലോലുപതയുടെയും വിശ്രമത്തോടും അല്പം താല്പര്യം കൂടുതലാണ്. 2026 നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ഒരേയൊരു ശത്രു നിങ്ങളുടെ മടി മാത്രമായിരിക്കും. അവസരങ്ങൾ വാതിൽക്കൽ മുട്ടുമ്പോൾ നാളെയാകട്ടെ എന്ന് ചിന്തിക്കാതെ അപ്പോൾ തന്നെ അത് ഉപയോഗപ്പെടുത്തുക. വിജയങ്ങൾ വരുമ്പോൾ അഹങ്കാരം തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ അത് പതനത്തിന് കാരണമാകും. അതിനാൽ എളിമ കൈവിടാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ വിജയങ്ങൾ ഈശ്വര സമർപ്പണമായി കണക്കാക്കുക. കഷ്ടപ്പാടുകൾക്ക് വിരാമം, പരിശ്രമങ്ങൾക്ക് ബലം എന്നതാണ് 2026 രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവായ ആപ്തവാക്യം. ദൈവാധീനവും കഠിനാധ്വാനവും ഒത്തുചേരുന്ന ഈ വർഷം കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിത നിലവാരം 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.